എല്ലാവർക്കും ഒരു ഹായ പോയി കാണാൻ പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്നാലും സീരീസിന്റെ എപ്പിസോഡ് 36 ഓക്കെ പോയി. എപ്പിസോഡിന്റെ ആദ്യം തന്നെ സായർ ഒരു പവർഫുൾ ആയ അറ്റാക്ക് അത് ചെയ്തു. അത് വന്നത് പെട്ടെന്നാണ് അവിടെ മുഴുവൻ മാറാനായിട്ട് തുടങ്ങി. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൾ എന്ത് സ്കില്ലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അവളൊരു റെയിൻകാർണേഷൻ ആണല്ലോ, അതിന്റെ സ്കില്ലാണ് യൂസ് ചെയ്ത്. എല്ലാവരും അതിന്റെ അവിടെ കൊണ്ട് തന്നെ ടെൻഷനായി തുടങ്ങി. ആ പവർഫുൾ ആയ അറ്റാക്ക് അത് വരുന്നു. അപ്പോഴുണ്ട് ഷെങ് വന്ന് തടയിന്. ഗാവന്റെ അടുത്തെത്തിയത് ആയിരുന്നു അവസാനം. അത് പൂർണ്ണമായിട്ട് അത് മാറ്റി അവളെ നോർമലാക്കി താഴെ കയറുത്തി. ഗാവനോട് നീ അവളുടെ ടീമിലെ ചീഫല്ലേ, എങ്ങനെ ഒരു സ്കിൽ യൂസ് ചെയ്യുന്നത് എന്താ നീ കണ്ടുകൊണ്ടിരുന്നേ? ഗാവപ്പോ എനിക്ക് അവരെ പറ്റി കൂടുതൽ അറിയാനാണ്. നീ എന്തിനാ ഇപ്പോൾ ആ സ്കിൽ യൂസ് ചെയ്യുന്നേ? അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കണമെന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവൾ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ അവൻ കൂടെ ഉള്ളത് നിനക്ക് നല്ലതിനാണോ? അവളതിന് അവന്റെ കൂടെ ഉള്ളപ്പോഴാണ് ഞാൻ വാമിങ് ആവുന്നത്. നീ വിചാരിച്ചാണ് അവളുടെ 6 പാത്ത് റെയിൻകാർണേഷനെ എതിർക്കാൻ കഴിയുന്നു. എന്നാൽ ഇല്ല, അവളുടെ 6 ഇന്നർ സെൻസ് പോകുമെന്നല്ലാതെ ഗാവനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നാണോ? അവനൊരു ലെവൽ 7 ആണോ? നിന്റെയൊക്കെ കൂടെ കളിച്ചത് ജസ്റ്റ് മാത്രമാണോ? ചലഞ്ച് കഴിഞ്ഞ് ഹാവച്ചനെ വിളിക്കുന്നുണ്ട്. സായർ എന്നാ വിടില്ല, പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകുന്നു. ഈ സമയം ലിന്ന ഗാവന്റെ അടുത്ത് വന്നിട്ട് കേട്ടില്ല, മാച്ച് കഴിഞ്ഞ് 11 തവണ ടച്ച് ചെയ്തു, അതുകൊണ്ട് തന്നെ 2200 കോൺട്രിബ്യൂഷൻ പോയിന്റ് തന്നെ. അത് കേട്ട് തെറ്റാണ്, പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പിന്നെ പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാണ്. ചെയ്യാൻ കാല് പിടിച്ച് നിന്നപ്പോൾ ഉള്ളത് ആ ഹോട്ട കാണിക്കുന്നുണ്ട്. ഹാവച്ചനെ സായറും ചേർന്ന് ചെയ്തത് ശുവാനിയുടെ അറ്റാക്ക് ക്യാമറ ആയതുകൊണ്ട് തന്നെ മാത്രം കിട്ടി. അത് എന്റെ പ്രീഷ്യസ് ക്യാമറ ഒന്നും ചെയ്യാതിരുന്ന ഇങ്ങറിനെ അറ്റാക്ക് ചെയ്ത ടൈം വരെ തൊട്ടു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അവള് ഹാപ്പി. പിന്നെ എല്ലാ പൊളിയല്ലേ. പിന്നെ ഈ ഗ്രൂപ്പിലെ ടാലന്റായി ഞാൻ ചെയ്ത ടച്ച് എല്ലാം കൂടി 11 ഒന്നുകൂടെ തൊടട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിർത്ത്, അത് കഴിഞ്ഞു. 2200 അല്ലേ, ഇപ്പൊ പറ്റില്ല, ഡീമൺ ഹണ്ട് ടീം രജിസ്റ്റർ ചെയ്യാൻ നേരം തരാം, അത് കള്ളല്ലോ അല്ലേ, ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ആ ക്യാമറമാനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഷെങ് ഹാവച്ചനുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവനോട് അവൾക്ക് മുൻപ് യൂസ് ചെയ്ത ആ സ്കില്ല് 6 പാത്ത് റെയിൻകാർണേഷൻ, അതാണ് അവളുടെ ടീമിലെ ടെമ്പിളിലെ ഫോർബിഡൻ ടെക്നിക്കാണ്. അത് യൂസ് ചെയ്യുമ്പോൾ അമാനുഷിക പവർ കിട്ടും. എന്നാൽ ആ സ്കില്ല് യൂസ് ചെയ്യുന്ന ആൾക്ക് അത്രയും ഡേഞ്ചർ കൂടിയാകും. ഈ ടെസ്റ്റിൽ അവൾ അത് ഉപയോഗിച്ചെങ്കിൽ നീ തോൽക്കാതിരിക്കാനാണ്. എങ്കിൽ നിന്നെ എത്രത്തോളം അവൾ വിശ്വസിക്കുന്നതെന്ന് നീ അറിയണം. നീ വിട്ടുകളയരുത്. അങ്ങനെ വല്ല അവ ഒരിക്കലും ഇല്ല, അവ എൻ്റെ ലൈഫ് കൊടുത്തായാലും അവളെ സംരക്ഷിക്കും. ഷെങ് ശരി, അത് ഇനി ഉപയോഗിക്കാൻ നോക്ക്. മുതല് നീ എന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് പൈ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം അവളുടെ അടുത്തേക്ക് വന്നു. അവളെ നോക്കി കെട്ടിപ്പിടിച്ചു. അവൾക്ക് ഹാപ്പി. എല്ലാവരും കണ്ട് യോ അങ്ങോട്ട് ഗാവ് വന്നിട്ട്, നീ ടീം ലീഡറല്ലേ, നിനക്ക് ഈ മാച്ച് എന്ത് തോന്നുന്നു? അവർ യൂസ് ചെയ്തതെല്ലാം സ്ട്രോങ് അറ്റാക്കാണ്, എന്നാൽ കോർപ്പറേറ്റ് ചെയ്യാതെയാണ് ഫൈറ്റ് ചെയ്തത്. അതിന്റെ പോരായ്മ കൊണ്ട് ടീമിനും അതുമല്ല, നമ്മുടെ ടീമിന് ഹീലിംഗ് മാത്രമല്ല അറ്റാക്കും മാജിക്കും അതുപോലെ സമ്മണറും ഇല്ല. ഇങ്ങറിന്റെ അടുത്ത് വന്നിട്ട് നീ ഒരു സമ്മണറല്ലേ, നിനക്ക് ഗേറ്റ് ഓഫ് ലൈഫ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ? അവൾക്ക് അറിയില്ല. എന്നാൽ ലെവൽ 7 ആകുമ്പോൾ ഇത് പറ്റുമെന്നാണ് അവരുടെ ടെമ്പിളിലെ മാസ്റ്റർ പറഞ്ഞത്. അതുവരെ നിന്റെ ടീമിനെ കൊല്ലിക്കൊടുക്കാനാണ്. അവളോട് ഒരു വഴിയുണ്ട്, സോൾ കോൺട്രാക്ട്. നീ സമ്മൺ ചെയ്യുന്ന ഒരു ബീസ്റ്റ് ഗേറ്റ് ഓഫ് ലൈഫ്, അത് കഴിഞ്ഞ് അത് പോകില്ല, നിന്റെ കൂടെ കാണും. നിന്റെ അവേക്കണിങ് കംപ്ലീറ്റ് ആയാൽ മറ്റൊന്നും ചെയ്യാനും കഴിയും. അത് ലെവൽ 7 ആയതുവരെ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ കൂടെ കാണും. ലിന്നത് കേട്ട് അപ്പോൾ ഈ വിളായി, അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീം കിട്ടില്ലോ. എന്നാൽ അവൾക്കത് വേണ്ട, അഗ്ലിയാണ്, ഞാൻ നല്ലതൊക്കെ എടുക്കും, നീ എന്തോ എന്ന് പറഞ്ഞാൽ അവൾക്ക് അതുവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവൾക്ക് സപ്പോർട്ടിങ് കാറ്റഗറി കൊടുത്തു. അത് കഴിഞ്ഞ് ലിന് മാജിക് ടെമ്പിളിൽ അവൻ മാജിക് അറ്റാക്ക് ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കഴിയില്ല. അവൻ നന്നായിട്ട് ഡിഫൻസ് ചെയ്യുന്നുണ്ടല്ലോ. അവനോടെങ്കിൽ ഡിഫൻസ് സപ്പോർട്ടിങ് മാജിക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഹീലർ അവരുടെ ടീമിനില്ല, അതുപോലെ അവർ ഡിഫൻസ് കൊടുത്തു. അവനൊക്കെ വാങ്ഷി ഷിയൻ അവർ രണ്ടുപേരും വാരിയേഴ്സ് ആണ്. എന്നാൽ അവർ ഒരേ സമയം ഡിഫൻസും വേണം അറ്റാക്കും വേണം. അത് അവർക്ക് ചെയ്യാൻ കഴിയാണ്. ടീംസിന്റെ വിങ്സ് ആണ് നിങ്ങൾ. അവർക്ക് അറ്റാക്ക് സൈഡ് കൊടുത്തു, പരസ്പരം ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്നാൽ വാങ്ഷി അതിന് അത് വേണ്ട. ഷിയാനോട് നീ ഒരു ഹീലർ കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഹീലർ വാരിയർ ആകാനായിട്ട് പറയുന്നുണ്ട്. നോർമലായിട്ട് ഹീലർ മാത്രം കൊടുക്കൂ, അറ്റാക്ക് വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഹീലർ വാരിയറായ റെയർ ആൻഡ് മിസ്റ്ററിയാണ്, ഹാർഡായിട്ട് പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. അവനൊക്കെ സായർ അവളുടെ സ്കില്ല് വളരെ ഇംപ്രസീവ് ആണ്, എന്നാൽ അത് ഒറ്റയ്ക്കാകരുത്, ടീമിന് സപ്പോർട്ടായിട്ടാണ്. അവൾക്ക് അറ്റാക്കിന്റെ ടൈറ്റിൽ കൊടുത്തു. അതിന് ഹാവച്ചൻ, നീ ടീം ലീഡറാണ്, നീ അറ്റാക്ക് ഡിഫൻസ് ടീമിന് പാത്ത് ഉണ്ടാക്കുകയും വേണം. അറ്റാക്കും ഡിഫൻസ് കൊടുത്തു. ഇനി മുതൽ നിങ്ങളെ ഞാൻ ട്രെയിനിങ് ചെയ്യും. അവർ ഓക്കെയാണ്. എന്നാൽ അവർക്ക് ഹീലർ ഇല്ല, അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകാൻ. അവരുടെ ടീമിനെ കണ്ട് പകോടയിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ടീം ഫോം ചെയ്യാനും അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനും. പച്ചവടി നിനക്ക് ഉപകാരമാകുമല്ലോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ കണ്ട് അതിശയിച്ചു പോയി. ലിന്നായിട്ട് ഒരുപാട് പിൽസ് എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങാൻ പറ്റുമല്ലോ എന്ന് ഹാപ്പി. ഹാവച്ചൻ എന്ന അവർക്ക് ഹീലറില്ല, അതിനെ പറ്റി എന്തെങ്കിലും സീക്രട്ട് വെപ്പൺ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ട് ഹാനി വരുന്നത്. അവന് മുട്ടുകുത്തി. ഹാവച്ചൻ അപ്പോൾ നമ്മൾ രണ്ടുപേരും നൈറ്റാണ്, മുട്ടുകുത്തേണ്ട ആവശ്യമില്ല, അവൻ വന്നത് അവരെ വെയിറ്റ് ചെയ്യുമെന്ന് പറയാനാണ്. ഇപ്പൊ വരുന്നില്ല എന്ന് ഇല്ല, ഫ്രണ്ട്സിനെ പരിചയപ്പെടാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പരിചയപ്പെടണ്ടല്ലോ, പിന്നെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതാരാ എന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മുടെ 7ാമത്തെ മെമ്പർ. ഈ സമയം ഇങ്ങനെ അവിടെ ഉള്ള ഒരു ജീവൻ പിടിച്ച് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് സംഭവം ആ ഡീമൺ ഹണ്ടി പവോടെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഗൈഡ്
അവരുടെ നമ്പർ 1 ഡീമൺ ഹണ്ട് ഗ്രൂപ്പാണെന്ന് മനസ്സിലായിട്ട് പിന്നെ അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എക്സ്ചേഞ്ച് ട്രയലിന് ശേഷം സീക്രട്ട് സ്കിൽ ടെക്നിക്ക് എല്ലാം കിട്ടും. അതുപോലെ ഡീമൺ ഹണ്ട് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്താൽ പുതിയ മിഷൻസ് അത് വരുമ്പോൾ അറിയാൻ കഴിയും. അങ്ങനെയൊക്കെ കൂടുതൽ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് കൂടുമ്പോൾ ഓരോ ലെവലിൽ പ്രൊമോട്ട് ആകും. ജനറൽ, കമാൻഡർ, കിങ്, എംബറർ, അങ്ങനെ അവസാനം ലെജൻഡറി ലെവല്. അതിന് വേണ്ടത് ആ പോയിന്റ്സ് ആണ്. അത് കിട്ടണമെങ്കിൽ ഒരുപാട് ടീംസിനെ കൊല്ലേണ്ടി വരും. അതുപോലെ ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ആക്കിയാലും കിട്ടും. അവരങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്യണം. ഒഫീഷ്യലായിട്ട് അലയൻസിന്റെ ഡീമൺ ഹണ്ട് ഗ്രൂപ്പിൽ ആയി ഞാൻ ചില കാര്യങ്ങൾ വിടുന്നുണ്ട്. അത് ഫേസിൽ ആവശ്യമുണ്ടെന്ന് അറിയില്ല, നോക്കാം. പൊട്ടൻ്റെ ഇത് മാത്രം പറഞ്ഞു പോകാനാണ് നോക്കുന്നത്. ഈ സീരീസ് ഇതുപോലെ ഡീമൺസിനെ കൊല്ലുക, ഫൈറ്റ്, അത് മാത്രമാണ് ഉള്ളത്. അവർക്ക് കോൺട്രിബ്യൂഷൻ പോയിന്റ്സ് എവിടെ വെച്ച് വേണമെങ്കിലും ഇനി യൂസ് ചെയ്യാം. അതുപോലെ സ്പിരിച്വൽ ലെവൽ അറിയാൻ കഴിയും. അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു വാച്ച് പോലെ അത് തന്നെ പറയാം. ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോകാം. കേട്ടപട ഗാവനിട്ടൊരു ലുക്ക് പോയിട്ട് പോയിന്റ്സ് വാങ്ങി. ഫേമസ് ചീഫ് തോറ്റു. പോയിന്റ്സ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അത് ഇട്ടിച്ചിരി പോടാ വെളിയിൽ. അവർ വാങ്ങാനായിട്ട് തുടങ്ങി. ഒരു സ്പിരിച്വൽസ് അത് ലൈഫിൽ ഒരു തവണ യൂസ് ചെയ്യാനേ കഴിയൂ. അത് 1000 മന ഒറ്റടി കയറുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയി സിറ്റുവേഷൻ യൂസ് ചെയ്ത ഉപകാരമാണല്ലോ. ഹാവച്ച നോക്കിയത് ലൈറ്റ് സ്പിരിറ്റ് ഗാദറിംഗ് റിംഗാണ്. ടീമേറ്റിന് മുഴുവനായിട്ട് 30% വരെ മന കൂട്ടാൻ കഴിയും. കാരണം നടന്ന ടീം ബാറ്റിൽ സ്കില്ലിന് ആവശ്യമാണ്. അത് കൂട്ടണമെങ്കിൽ ഇത് വേണം. പക്ഷെ അത് 1000 അതിനെന്താ എന്ന രീതിയിൽ അത് വാങ്ങിച്ചു. മനസ്സിൽ ആട്രിബ്യൂട്ട്സ് 10% വരെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോണ് അത് വാങ്ങിച്ച്. ഹീലർ മിറർ അത് ഡാമേജ് ശരിയാകും. വാങ്ങിച്ചു കൊടുത്ത് പോണം. എന്നാ പിടി നിനക്കോണ് ഇന്ന്. ഇങ്ങർ എൻ്റെ അടുത്ത് വന്ന് നോക്കുന്ന മാല പ്രൈസ് കൊണ്ട് ഞെട്ടിപ്പോയി. ഇങ്ങർ അത് വേണ്ടടാ, അത്ര മേടിച്ച് നമുക്കില്ല. അങ്ങോട്ട് വന്ന് വാങ്ങ്, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുതരാം. അതുകൊണ്ട് ഒരു ഇംപ്രസ് വാങ്ങിയപ്പോൾ ലീഡർ നിന്റെ ഫാമിലി റിച്ച് ആണ്, എന്നാൽ ഇവിടെ പൈസ ഇല്ല, പോയിന്റ്സ് ആണ്, അത് നമുക്കില്ല. ആളില്ലാതായി പോയി. ഹാവച്ചനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അവനോട് നീ അവളെ നന്നായിട്ട് നോക്കണം, അവളെന്റെ ഫിനാൻസ് ചെയ്യണം. അത് കിട്ടി ഞെട്ടി. പാര അവന് കിട്ടുന്ന പകുതി പോയിന്റ്സ് കൊടുക്കണം. എന്നാൽ ഹാവച്ചൻ വേണ്ട, അവളെന്റെ ടീമാണ്, ഞാൻ നോക്കിക്കോളാം. അവള് മാത്രമല്ല എല്ലാവരും. അതിനുശേഷം തിരിച്ചു വന്ന് ഗാവോ വലിയ പർച്ചേസ് നടത്തിയതുപോലെ ഒരു വലിയ ദൂരം പോകാനുള്ളതുണ്ട്. അവർ ഷോപ്പിംഗ് കഴിഞ്ഞു. അതെന്ന് പറയുമ്പോൾ അവിടെ വാങ്ങി നിൽക്കുന്നുണ്ട്. നീ ഡീമൺ ഹണ്ട് ഗ്രൂപ്പിലെ 2ാമത്തെ ഗ്രൂപ്പിലെ ലീഡറില് അത് ഒരു ചിരി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയുള്ള ഫൈറ്റ് പ്രാക്ടീസ് ആണ്. അവരുടെ ഫൈറ്റ് തുടങ്ങി. ഞാൻ ഇങ്ങനെ നോക്കിക്കോളാം എന്നില്ല. ഹാവച്ച ഒരു വശത്ത് സപ്പോർട്ടായിട്ട് സായർ വാങ്ഷിയും മറ്റൊരു വശത്ത് അവർ രണ്ടുപേരും ചേർന്ന് അവരെ തോൽപ്പിക്കുന്നു. ഹാവച്ചൻ വാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയം സായർ ബാക്കിയുള്ളവരെ കടിച്ചിട്ട് അങ്ങനെ തോറ്റ. പ്രാക്ടീസ് മാത്രമാണ്. അത് കഴിഞ്ഞ് ഗാവോ അവരോട് നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഒക്കെ ബായ് പറഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ചെയ്യാൻ വരുമ്പോൾ അവൻ്റെ മാസ്റ്റർ ഇല്ല ലെറ്റർ, അതിന് എനിക്ക് എന്നെ പറഞ്ഞു വിട്ട് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും കാണാൻ വയ്യ. എനിക്ക് വേണ്ടി 10 ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. നിന്റെ ബെർസർക്ക് ഹീലിംഗ് ടെമ്പിളിലെ ചീഫ് റോയ്ഷോയ് അങ്ങനെ എന്തായിരുന്നു പേര്. അവനോട് പീക്ക് ലെവൽ 9 ഹീലിംഗ് കോമ്പാറ്റ് കൊടുത്തത്. അതുകൊണ്ട് വാവ് നന്ദി എന്നെനിക്കത് വായിക്കാറിലൂടെ പോടാ വിടുന്നു. ലിന്നിൻ്റെ അടുത്ത് ലെൻസനായിട്ട് വെള്ളയടി. ലിന്നങ്ങോട്ട് വന്നിട്ട് വാങ്ങിച്ച് അവൻ്റെ ഗ്രാൻഡ് പാ ഞാൻ ആ മൗണ്ടൻ ബസ് കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ ചീഫിനോട് ഏറ്റുമുട്ടും. അവനോട് പോടാ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മിസ് ചെയ്യല്ലേ, ബൈ ബൈ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അവനും അന്ന് ചെങ്കിന് മുൻപ് നടന്ന ആലോചിച്ച് നീ ഒരു നല്ലൊരു ജീനിയസ് ആണ്, നീ സ്ട്രോങ് ആകും എന്ന് അന്ന് നടത്തത് നിന്റെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്കറിയാം. അത് നീ മാറ്റിയെടുക്കണം. അതുപോലെ ഇങ്ങറിൻ്റെ അവിടെ അവളുടെ ഗ്രാൻഡ് മാ കണ്ടാ പറയില്ല സാൻഷുയ്യ അങ്ങനെ എന്തോന്ന് പേര് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് അവക്ക് വേണ്ട. ഇതെല്ലാം നിനക്കണെന്ന് പറയുമ്പോൾ അവളെ രക്ഷപ്പെട്ടു. ഇങ്ങർ നീ യഥാർത്ഥ സെയിൻറ്റ് സമ്മണാകാൻ അതിനായിട്ടാണ് നമ്മളുടെ സോൾട്ടും കൂടെ ഉള്ളവരെ കാത്തിരിക്കുന്നത്. വാങ്ങാകട്ടെ യാങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ ഗോളിലേക്ക് നീ ഇനി എത്തുമോ? അവനതിന് ആർക്കും അറിയാതെയുള്ള ആ ത്രോൺസ് അത് എനിക്കുള്ളതാണ്. ലീഷിനെ കാല് പിടിച്ച് പോലെ പോലെ എന്ന് പറഞ്ഞ് കരയുന്നു. സായർ പോകുമ്പോൾ അവളുടെ ആൾക്കാർ കരച്ചിൽ. നീ എന്തിനോടെ കരയുന്നേ? മിസ് ഡീമൺ ഹണ്ടി മൗണ്ടൻ പാസിൽ കഴിഞ്ഞവ തിരിച്ചരില്ലേ? അതെ അവളുടെ പാരൻസിന്റെ അടുത്തേക്കല്ലേ പോകുന്നു എന്ന് പറയുമ്പോൾ പാസിൽ നടന്നത് അതാലോചിച്ചിട്ട് മിണ്ടാതിരി എന്ന ദേശത്തോടെ. അവർക്ക് ഇതെന്താ പ്രശ്നം എന്ന് അറിയില്ല. മാക്സിന് റൺബുക്കോങ് ആ ജയിന്റ് ഗോഡ് ഷീൽഡ് അത് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കരുത്, കൺട്രോൾ പോകും. എന്താ പേടിയുണ്ടോ എന്ന് പറയുമ്പോൾ പോവെണ്ണയായിരുന്നു. അവിടെ ഒന്ന് വീശിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് പവർ. അപ്പോഴുണ്ട് ഒരു ഇല വന്ന ആ സോഡായിരുന്നു കൺട്രോൾ ചെയ്ത് അത് കാണിച്ചു കൊടുത്തു. അവൾക്ക് മനസ്സിലായി. ഹാനി അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്ന് പോകുന്ന കാര്യം പറയണം. നീ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ നോക്കുന്നത് എന്ത് പറ്റി? ഗ്രാൻഡ് പറഞ്ഞ കേട്ടാണോ? അവനതിന് ഹാവച്ചൻ്റെ കീഴിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീലുണ്ടോ? ഇല്ല. അതിന് കാരണം അവനാണ് എനിക്ക് ഡീമൺ ഗോഡിനെ ഫേസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്നെ. ഞാൻ അതിന് ചെറിയൊരു കാര്യം മാത്രമേ പാരമായിട്ട് ചെയ്യുന്നുള്ളൂ. എന്ത് തന്നെയാലും നീ ആയിരിക്കും അപ്പോഴും എപ്പോഴും. എല്ലാവരും ഒരുമിച്ച് വന്ന് ഹാവച്ചൻ്റെ മാത്രം കാണിച്ചില്ല. മാസ്റ്റർ മാറി ഇന്ന് ഹാവച്ചൻ എനിക്ക് നിന്നോട് ഗുഡ് ബൈ പറയാൻ കഴിയില്ല. ഇവരുള്ളപ്പോൾ നീ അത് മറക്കാനാണ് ഞാൻ ആരെങ്കിലും എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഹാവച്ചനെ അത് ഫീൽ ചെയ്തു. മാസ്റ്റർ പോകുമ്പോഴാണ് അവൻ വന്നിട്ട് ഒന്നും പറയാതെ പോവുകയാണോ. മാസ്റ്റർ മുന്നോട്ട് നടന്ന് എന്നിട്ട് അവനോട് ഹാവച്ചൻ നീ ഇപ്പോൾ വളർന്നു, ഇനി നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ നിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നീ സ്ട്രോങ് ആണ്, ഞാൻ പോവുകയാണ്. ഒരുപാട് പേരുടെ ഹോപ്പ് അത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഹാവച്ചൻ മാസ്റ്ററിന്റെ പാസ്റ്റിൽ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകും പാസ്റ്റിൽ നടന്നത് അത് വേറെ ആർക്കും
അങ്ങനെ ആകാതിരിക്കാനല്ലേ എനിക്ക് ഹാപ്പിയാണ്. എന്ന ടീച്ചർ തന്നെയായിരിക്കും എൻ്റെ റോൾ മോഡൽ അന്നും ഇന്നും എന്നും. അതിട്ട് മാസ്റ്ററും ഫീലായി അവരുടെ നീ പോയിട്ട് വാ, നിന്റെ വഴിയിൽ ഒരുപാട് അപകടം ഉണ്ടാകും, എന്നാൽ നീ സേഫ് ആയിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഡീമൺ റീസിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് പകരം തരാൻ കഴിയില്ല. നീ മുന്നിലുള്ള തടസ്സം ഓവർകം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അവനുവയ്ക്ക്. അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. ഹാബച്ചൻ നീ വരാൻ പോകുന്ന ഈ ലോകത്തെ മാറ്റാൻ പോകുന്നു. അതാണ് ഈ ഹോപ്പ്. ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരാൻ ഈ കോണ്ടിനെന്റിൽ നിന്ന് ടീംസിനെ രക്ഷിക്കാൻ. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്ന് എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കൊണ്ടൊക്കെ ബൈ.